പ്രിയമുള്ളവരെ, സംസാരിക്കുന്നത് ഹൈദ്രോസാണ്. നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ചിട്ടുള്ള ഒരു സംഭവം. പാലക്കാട് ജില്ലയിൽ RSS ഉടമസ്ഥതയിലുള്ള ഒരു കുട്ടിയുടെ ആത്മഹത്യ. ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അപകടകരമായ മൗനം പാലിച്ചപ്പോഴും SDPI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവഗണിച്ച സ്ഥിതിക്ക് അദ്ദേഹം പാർട്ടിയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്, ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ വിഷയത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, RSS ഉടമസ്ഥതയിലുള്ള വ്യാസ വിദ്യാപീഠം സ്കൂളിൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സുതാര്യവും സ്വതന്ത്രവുമായി അന്വേഷണം അനിവാര്യം. SDPI പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം. പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് RSS നേതൃത്വത്തിലുള്ള വ്യാസ വിദ്യാപീഠത്തിലെ ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം അതീവ ഗൌരവമുള്ളതും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സുതാര്യവും സ്വതന്ത്രവുമായ അന്വേഷണം അനിവാര്യമാണെന്നും SDPI ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ആവശ്യപ്പെട്ടു. പഠന സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് സുരക്ഷിതമായ ഇടങ്ങളാകേണ്ട സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിനിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഭരണകൂടത്തിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിന്റെയും ഗുരുതരമായ വീഴ്ചയാണ്. മരിച്ച വിദ്യാർത്ഥിനിയുടെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൌരവത്തോടെ പരിഗണിക്കപ്പെടണം. സീനിയർ വിദ്യാർത്ഥികളുടെ പീഡന വിവരം അറിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാതിരുന്ന ഹോസ്റ്റൽ വാർഡന്റെയും സ്കൂൾ അധികൃതരുടെ നിലപാടും കുട്ടിയുടെ ആത്മഹത്യക്ക് വഴിവെച്ചോ എന്ന് സമഗ്രമായി അന്വേഷിക്കണം. സ്കൂൾ അധികൃതർ ആരോപണങ്ങൾ നിഷേധിക്കുന്നത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ ഭയപ്പാട് കൊണ്ടാണ്. സത്യം പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ ഏജൻസികളുമായി പൂർണ്ണമായും സഹകരിക്കണം. ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് നേരിട്ടിടപെട്ട് സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം ഉറപ്പാക്കണം. ആഭ്യന്തര വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തണം. കുറ്റക്കാരായി കണ്ടെത്തുന്നവർ ആരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ ഉത്തരവാദികളാക്കപ്പെടണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിലവിലെ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഹോസ്റ്റൽ വാർഡന്മാരുടെയും അധ്യാപകരുടെയും ഉത്തരവാദിത്തങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുണ്ട് ഭരണകൂടം ഉറപ്പാക്കണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണം. വിദ്യാർത്ഥിനിയുടെ വിയോഗത്തിൽ ദുഃഖിതരായ കുടുംബത്തോടൊപ്പം SDPI ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. നീതി ലഭിക്കുന്നതുവരെ പാർട്ടി ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ തുടരുമെന്നും വിദ്യാർത്ഥികളുടെ ജീവനും സുരക്ഷയും രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് മുകളിലാണെന്ന കാര്യം സർക്കാർ ബോധ്യപ്പെടണമെന്നും SDPI ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, പാലക്കാട് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുൻപും പല പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. പോരാത്തതിന് RSS നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ്. അപ്പോ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തണമെന്നും ആ അന്വേഷണത്തിൽ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് ഈ പറയുന്ന നമ്മുടെ SDPIയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിയമപാലകരും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പൊക്കെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഈ വിഷയം ജനങ്ങൾ കാര്യഗൌരവത്തോടുകൂടി പരിശോധിക്കണമെന്നും ചർച്ച ചെയ്യപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദി, നമസ്കാരം.